Hello everyone, welcome back to Mary's Street. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയല കൊണ്ടിട്ടുള്ള ഒരു മഞ്ഞ കറിയാണ്. മുളക് പൊടി ഒന്നും അരയ്ക്കാതെ നല്ല പച്ചമുളകൊക്കെ അരച്ചുണ്ടാക്കിയ ഒരു കിടിലൻ കറി. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ടൈപ്പ് 5 അയല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ അയല മത്തിയൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ മുളക് അരച്ച് വെച്ചാൽ വലിയ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മീൻ ആദ്യം കുറച്ച് മഞ്ഞളും പുളിയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 കഷ്ണം കുടംപുളി അഥവാ ഓട്ടുപുളി എന്ന് പറയും ചേർക്കുന്നുണ്ട്. പുളി നോക്കിയിട്ട് ചേർത്താൽ മതി. 2 കാന്താരി മുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. എനിക്ക് ഇവിടെ ഒരു നെയ്ബർ തന്നുകൊണ്ട് ഞാൻ ചേർക്കുന്നു. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം എല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം നോക്കി ഒഴിക്കുക, കാരണം നമ്മളിനി അരപ്പ് ചേർക്കാനുണ്ട്. അയല എന്നൊക്കെ പറയുമ്പോഴേക്കും അധികം വേവില്ലാത്ത മീനാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റോളം തിളപ്പിച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാം. പിന്നെ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അധികം ഒന്നും വേവിക്കില്ല. അപ്പോൾ വേവ് ഫുള്ള് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഇത് വെന്ത് കഴിഞ്ഞെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചെയ്ത് വയ്ക്കുന്ന തലേന്ന് വൈകിട്ടാണ്. എന്നാൽ മീൻ കൊണ്ടുവന്ന് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ അങ്ങ് വറ്റിച്ചിട്ടേക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ ടേസ്റ്റ് കളയണ്ടല്ലോ. വറ്റിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി നാളെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഇതിനകത്ത് അരപ്പിടാനും എളുപ്പമുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലേന്ന് വറ്റിച്ചിട്ട മീനാണിത്. ഇത് ചീത്തയാവുമൊന്നുമില്ല, ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. പുളിയെല്ലാം ഇട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ കേടുവരാതെ ഇരുന്നോളും. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് ഉണ്ടാക്കണം. അതിന് കുറച്ച് തേങ്ങ കൊത്തിയതും കാന്താരി മുളകും മഞ്ഞളും ചേർത്ത് അരയ്ക്കുക. എഗെയിൻ ഇവിടെ കാന്താരി മുളക് വേണം നിർബന്ധമില്ല, പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മീനൊന്ന് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ അരപ്പ് ചേർക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ചേർത്തിട്ട് അരച്ചതാണിത്. ഇത് ചേർത്ത് മിക്സിയുടെ ജാറും കൂടെ ഒന്ന് ചെറുതായിട്ട് കഴുകി അങ്ങോട്ട് ഒഴിക്കാം. ചാറിൻ്റെ നീട്ടം നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഗ്രേവി. നമുക്കിനി താളിച്ചിടാൻ വേണ്ടി കുറച്ച് ചെറിയുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി നുറുക്കിയത്, കറിവേപ്പിലൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിടാം. നമുക്ക് താളിക്കാനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്, ഇത് രണ്ടും ചേർത്ത് ചെറുതായി ഉലുവ ഒന്ന് 1-2 പൊട്ടിക്കോട്ടെ, അന്നേരം കടുക് ഇടുക. ഈ ഉലുവയും കടുകൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അതാണ് ഈ മീൻ കറിയുടെ ഒരു ഫ്ലേവർ. നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ താളിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇടുക. ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയി അന്ന് കരിയാനൊന്നും നിൽക്കണ്ട. ഒരു ഇത്തിരി മുളക് പൊടി ചേർത്ത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കുക. നല്ല അടിപൊളി മീൻ കറി റെഡിയായി. അപ്പോൾ തന്നെ ഒന്ന് ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക ഒരു 5 മിനിറ്റെങ്കിലും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചോറ്, അപ്പം, ചപ്പാത്തി, ബ്രെഡ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.